നമസ്കാരം ഗഡീസ്. ഇന്നൊരു യാത്ര പോക്കാണ് കേട്ടാ. ഉപ്പിലിട്ട മാങ്ങ വേണമെന്ന് മിന്നു പറഞ്ഞപ്പോൾ അത് മേടിച്ചു കൊടുത്തു. മിന്നുവിന് വേണമെന്ന് പറഞ്ഞിട്ട് ഞാനാണ് കേട്ടാ തിന്നത് മുഴുവൻ. അങ്ങനെ കുതിരാൻ്റെ ടണലിൽ കൂടെ പറപ്പിച്ച് വിടാട്ടാ. കുതിരാൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണ സീനറി അടിപൊളിയാട്ടാ. അങ്ങനെ പറപ്പിച്ച് വിട്ടോണ്ടിരിക്കുമ്പോൾ നമ്മുടെ പാലക്കാടിൻ്റെ ലുല്ലുമോളൊക്കെ കണ്ടുട്ടാ. മനസ്സിന് കുളിര് തരുന്ന പാലക്കാടിൻ്റെ മലനിരകളൊക്കെ അടിപൊളിയാണല്ലേ. എപ്പോഴും ആ വഴിക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. പിന്നെ ഒരു ബ്രേക്ക് എടുത്ത് ചെറിയതായിട്ട് ഒരു സർവത്തും കേക്കൊക്കെ കഴിച്ച് അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് അങ്ങനെ നിന്നു കുറച്ചു നേരം. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വിട്ടടിച്ച് പോകുമ്പോൾ കുറേ ലോട്ടറി കടകൾ കണ്ടുട്ടാ. അപ്പം അതിൽ നിന്നൊരു ലോട്ടറി എടുത്തു. കുരങ്ങന്മാരെ കണ്ടപ്പോൾ മിന്നുവിനെ വിളിച്ച് എഴുന്നേപ്പിച്ചുട്ടാ. അതിനൊക്കെ കാട്ടി കൊടുത്ത് ഇങ്ങനെ പാലക്കാടിൻ്റെ മണ്ണിൽ കൂടെ കടന്ന് നേരെ തമിഴ്നാട്ടിലേക്ക് കയറിയിട്ടാ. ഇത് ബോർഡറാട്ടാ, കേരള അതിർത്തി ബോർഡർ. അങ്ങനെ തമിഴ്നാട്ടിൻ്റെ മണ്ണിൽ കൂടെ ആസ്വദിച്ച് പോയോണ്ടിരിക്കുമ്പോൾ മിന്നുവിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് തമിഴ്നാട്ടിൻ്റെ ഗ്രാമഭംഗികളൊക്കെ ആസ്വദിച്ച് ഒരു ശില്പം ഉണ്ടാക്കുന്ന സ്ഥലമൊക്കെ കണ്ടുട്ടാ. അതൊക്കെ പൂരിയായിരുന്നു കേട്ടാ. എന്തുട്ട രസം. ഇപ്പം എല്ലാവർക്കും സ്ഥലം പിടികിട്ടി കാണും. കോയമ്പത്തൂരിലെ ഇഷയിലേക്കാണ് ഞങ്ങൾ വന്നത്. ആദിയോഗിയുടെ സ്റ്റാച്ചുവിന് മുമ്പിൽ പോയി നിന്ന് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ കാളവണ്ടിയിൽ നല്ല അടിപൊളി റൈഡൊക്കെ നടത്തിയിട്ടാ. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പോണ സ്ഥലം ധ്യാൻലിംഗയിലേക്കാട്ടാ. അവിടെ മൊബൈലെല്ലാം ഇവിടെ ഇല്ലാത്ത തന്നെ അവിടുത്തെ വീഡിയോ ഇല്ല കേട്ടാ. അപ്പോൾ ഇവിടുത്തെ മെയിൻ പരിപാടി ലൈറ്റ് ഷോ ആരംഭിക്കാനുള്ള വെയിറ്റിംഗ് കേട്ടത്. ലൈറ്റ് ഷോ തുടങ്ങി. ഇതിന് മെയിൻ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാ. അപ്പം അതിൻ്റെ ലിങ്ക് ഇതിലിടാം. അപ്പം എല്ലാവരും ഒന്ന് കയറി കണ്ടോളോ. അങ്ങനെ ഒരു ദിവസം ഫുള്ള് ഫാമിലിയുടെ കൂടെ അടിച്ച് പൊളിച്ച് ആഘോഷിച്ചു കേട്ടാ. പിന്നെ ബ്രെഡ് ഓംപ്ലേറ്റ് ഒക്കെ കഴിച്ച് നേരെ തിരിച്ച് വീട്ടിലേക്ക് വിട്ടു കേട്ടാ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.